ക്വസ്റ്റ്യൻ നമ്പർ 24 മെട്രിക്സിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കാം. ഫോർ സം ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു ആർ, ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ 2x2 മാട്രിക്സ് ആൽഫ 2 1 2 ആൻഡ് ബി ഇസ് ഈക്വൽ ടു matrix 1 1 1 beta be such that a square minus 4a plus 2i is equal to 0, b square minus 3b plus i equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ രണ്ട് 2x2 മാട്രിക്സസ് തന്നിട്ടുണ്ട് അല്ലെ. എ ഉണ്ട്, അതേപോലെ തന്നെ ബി ഉണ്ട്. ശരിയാണല്ലോ. ആ എ എന്ന് പറയുന്ന മാട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കുന്നതായിട്ട് കാണാം. എന്താ അത്? എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 2i ഈക്വൽ ടു 0. പക്ഷെ നോക്കടാ, ഒരു 2x2 മാട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം അനുസരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ. ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് മക്കൾ എഴുതാറുള്ളത്? കെയ്ലി ഹാമിൽട്ടൺ യൂസ് ചെയ്തിട്ട് എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ്, ശരിയല്ലേ? ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ കെയ്ലി ഹാമിൽട്ടൺ തിയറം? അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ, എയുടെ ട്രേസ് എന്താ? ഡയഗണൽ എലിമെന്റ്സിന്റെ സമ്മിനെയല്ലേ നമ്മൾ ട്രേസ് എന്ന് വിളിക്കുന്നത്. ഡയഗണൽ എലിമെന്റ്സ് ആൽഫയും 2ഉം ആണ്. അപ്പോൾ ആൽഫ പ്ലസ് 2 ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. എന്താ ഡിറ്റർമിനന്റ്? 2 ആൽഫ മൈനസ് 2 എന്ന് കിട്ടും, ശരിയല്ലേ? ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0. ശരിയാണല്ലോ. ഈ രണ്ട് ഇക്വേഷൻസും അല്ലെ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഐഡന്റിക്കൽ അല്ലേ, സെയിം തന്നെയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ആൽഫ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 4 എന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമല്ലോ അല്ലെ. എയുടെ കോഎഫിഷ്യന്റ് നോക്കി, ഇക്വേഷൻ നമ്പർ 1ല് എയുടെ കോഎഫിഷ്യന്റ് -4, ഇക്വേഷൻ നമ്പർ 2ല് എയുടെ കോഎഫിഷ്യന്റ് മൈനസ് ഓഫ് ആൽഫ പ്ലസ് 2. അപ്പൊ ആൽഫ പ്ലസ് 2 എന്നുള്ളത് 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ആൽഫ ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 എന്നല്ലേ കിട്ടുക. അപ്പൊ ആൽഫ കിട്ടി. ഇതേപോലെ അടുത്തത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും അവരൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ. അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാ? ബി സ്ക്വയർ മൈനസ് 3b പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 0 എന്നാണല്ലോ ഇക്വേഷൻ നമ്പർ 3 എന്നിരിക്കട്ടെ. നമുക്കും കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ചിട്ട് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റുക മക്കളെ? ബി സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് ബി ഇൻറ്റു ബി അല്ലെ. ട്രേസ് ഓഫ് ബി എന്താ? 1 പ്ലസ് ബീറ്റ അല്ലേ. ബിയുടെ ഡയഗണൽ എലിമെന്റ്സിന്റെ സമ്മാണ് ട്രേസ് എന്ന് പറയുന്നത്. 1ഉം ബീറ്റയുമാണ് ഡയഗണൽ എലിമെന്റ്സ്. അപ്പോൾ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ബി പ്ലസ് ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഐ ഈക്വൽ ടു 0. ശരിയാണല്ലോ. എന്താ ഡിറ്റർമിനന്റ് ബി? അത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതി പോയാൽ പോരെ. ഡിറ്റർമിനന്റ് ബി ബീറ്റ മൈനസ് 1 എന്ന് കിട്ടും അല്ലെ, ഇൻറ്റു ഐ ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 4 എന്നിരിക്കട്ടെ. അപ്പൊ ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം ഐഡന്റിക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്താൽ ഇവിടെ നിന്ന് എനിക്ക് 1 പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്ത് വരും? 2 എന്ന് കിട്ടും. അപ്പൊ ആൽഫയും ബീറ്റയും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ശരിയാണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മാട്രിക്സ് ശരിക്കും എങ്ങനെയാ വരിക? ആൽഫ 2 ആണ്, 2 2 1 2 എന്ന് വരും. അതുപോലെ ബി എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെ വരും? 1 1 1 2 എന്ന് കിട്ടും. അപ്പൊ ആൽഫ ബീറ്റ കിട്ടിയത് കൊണ്ട് എയും ബിയും എനിക്ക് വളരെ കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് പറ്റി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ഡിറ്റർമിനന്റ് വേണം, അതിന്റെ സ്ക്വയർ എടുക്കുക. അതാണ് ആൻസർ ആയിട്ട് വേണ്ടത്. ശരിയല്ലേ? അതിന് നമുക്ക് ആദ്യം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് കണ്ടുപിടിച്ചാലോ. പക്ഷെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എ ക്യൂബ് വേണം, ബി ക്യൂബ് വേണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. നമുക്കിവിടെ എ സ്ക്വയർ ഇസ് മൈനസ് 4a പ്ലസ് 2i ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് എ സ്ക്വയർ എനിക്ക് 4a മൈനസ് 2i എന്ന് എഴുതാമല്ലോ മക്കളെ. ഇതൊരു ഇക്വേഷൻ നമ്പർ 5 ആണെന്നിരിക്കട്ടെ. പക്ഷെ എനിക്ക് എ ക്യൂബ് ആണ് വേണ്ടത്. എ ക്യൂബ് കിട്ടാനായിട്ട് ഞാൻ രണ്ട് സൈഡിലും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ക്യൂബ് ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് 2a എന്ന് കിട്ടില്ലേ. പക്ഷേ എ സ്ക്വയറിനെ എനിക്ക് ഇക്വേഷൻ നമ്പർ 5 അനുസരിച്ച് 4a മൈനസ് 2i എന്ന് എഴുതാം. കണ്ടോ? പിന്നെ ഒരു -2a ഉണ്ട്. അതായത് 16a
-8i -2a എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എ ക്യൂബ് എങ്ങനെയാ കിട്ടുക മക്കളെ? എ ക്യൂബ് ഇസ് ഈക്വൽ ടു 14a -8i എന്ന് കിട്ടും. അപ്പൊ എ ക്യൂബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, എ ക്യൂബ് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ ബി ക്യൂബ് ഒന്ന് കണ്ടുപിടിച്ചാലോ? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? b² മൈനസ് 3b പ്ലസ് ഐ അല്ലെ, 3b പ്ലസ് ഐ ഈക്വൽ ടു 0. ഇതാണ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ആദ്യം b² കണ്ടുപിടിക്കുന്നു. b² എന്നുള്ളത് 3b മൈനസ് ഐ എന്നല്ലേ എഴുതാൻ പറ്റുക? അതൊരു ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ബി ക്യൂബാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡിൽ ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ബി ക്യൂബ് ഇസ് ഈക്വൽ ടു 3b² മൈനസ് ബി എന്നല്ലേ കിട്ടുക? പക്ഷെ ആ b² പകരം ഇക്വേഷൻ നമ്പർ 6 നിന്നും എനിക്ക് 3b മൈനസ് ഐ കൊടുക്കാൻ പറ്റും. മറ്റൊരു മൈനസ് ബി വേറെയുമുണ്ട്, അതായത് 9b മൈനസ് 3i മൈനസ് ബി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു 8b മൈനസ് 3i എന്ന് കിട്ടും. അപ്പൊ ദാ മറ്റൊരു ഇക്വേഷൻ. അപ്പൊ എ ക്യൂബായി ബി ക്യൂബായി. നമുക്ക് വേണ്ടത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ കാര്യമല്ലേ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് കണ്ടുപിടിച്ചാലോ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു 14a മൈനസ് 8i മൈനസ് ഓഫ് 8b മൈനസ് 3i. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 14a മൈനസ് 8b, പിന്നെ മൈനസ് 8i മൈനസിന് മൈനസ് പ്ലസ് 3b ആണ്, മൈനസ് 5i എന്നല്ലേ വരിക? മൈനസ് 5i. കണ്ടോ? അപ്പൊ ശരിക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് കിട്ടിയിരിക്കുന്നത് 14a മൈനസ് 8b മൈനസ് 5i എന്നാണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എ കൊടുക്കുന്നു. എ എന്ന് പറയുന്നത് 2212 അല്ലെ, മൈനസ് 8 ഇൻറ്റു അടുത്ത ബി എഴുതാം. ബി എന്ന് പറയുന്നത് 1112 ശരിയാണല്ലോ. പിന്നെ മൈനസ് 5 ഇൻറ്റു ഐ, ഐ എന്ന് പറയുന്നത് 1001. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 15 20 6 7 എന്ന മാട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പൊ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് നമുക്ക് ആ എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ അഡ്ജോയിന്റും കൂടെ അങ്ങ് കണ്ടുപിടിക്കാം അല്ലെ? അഡ്ജോയിന്റിന്റെ സ്ക്വയർ അല്ലേ വേണ്ടത്? അപ്പൊ നമുക്ക് വേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അല്ലെ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം ഇത് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് നമുക്കറിയാം, ഡിറ്റർമിനന്റ് ദ ഹോൾ റൈസ് ടു n മൈനസ് 1. അപ്പൊ ഇവിടെ ഡിറ്റർമിനന്റ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ദ ഹോൾ റൈസ് ടു 2 മൈനസ് 1. ഇവിടെ ഓർഡർ 2 ആണല്ലോ, 2/2 മാട്രിക്സസ് ആണല്ലോ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ദ ഹോൾ റൈസ് ടു 1 ആണ്. എന്താ ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്? 15 ഇൻറ്റു 7 മൈനസ് 20 ഇൻറ്റു 6 എന്ന് കിട്ടും. ശരിയാണല്ലോ അല്ലെ? അപ്പൊ അത് നമുക്ക് 15 എന്നാ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അത് എന്ത് കിട്ടും? 15ന്റെ സ്ക്വയർ കിട്ടും. 15ന്റെ സ്ക്വയർ എത്രയാ? 225. സോ ദ ഫൈനൽ ആൻസർ ഈസ് 225.